ഹലോ, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് എൻ്റെ ഒരു ചെറിയ ഡേ ഇൻ മൈ ലൈഫ് എടുക്കാനാണ്. ചെറിയ ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറഞ്ഞാൽ കാരണം ഞാനിവിടെ ഒറ്റയ്ക്കാണ്, ഞാനും വാവയും മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഈ ഡേ ഇൻ മൈ ലൈഫ് എത്രമാത്രം രസം ഉണ്ടാവോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. കാരണം എന്ന് വെച്ചാൽ എപ്പോൾ ഒറ്റക്കാണ്. കാരണം അമ്മ പണിക്കും അച്ഛനും പണിയുണ്ട്, സ്വാഭാവികം. പിന്നെ എനിക്ക് പണിയില്ല, അതൊരു തെറ്റല്ലല്ലോ. എനിക്കിൻ്റെ വാവനെ നോക്കാനുണ്ട്. അപ്പോൾ ഈ സമയം തന്നെ എനിക്ക് പോകാനൊന്നും കഴിയില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ ഒരേ റീൽസും ഷോർട്സും അതുപോലത്തെ വീഡിയോസും മാത്രമേ ചാനലിൽ ഇപ്പോൾ അപ്ലോഡ് ചെയ്യുന്നുള്ളൂ. എന്തെങ്കിലും ഒരു വെറൈറ്റീസൊക്കെ വേണ്ടേ. അപ്പോൾ നമുക്ക് ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന് വെച്ചിട്ടാണ് ഞാൻ എടുത്തത്. അപ്പോൾ ഇപ്പോൾ രാവിലെ സമയം 9:15. അപ്പോൾ ഞാൻ നേരത്തെ പോയിന്ന് കുറച്ച് നേരത്തെ എണീറ്റിന്. സാവി 6:20. ഡേ ഇൻ മൈ ലൈഫ് എടുക്കുമ്പോൾ തന്നെ വെറും കലവിലൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പോൾ സാവി ഇന്ന് 6:20 ആ സമയം എണീച്ചുകൊണ്ട് ഞാനും എണീച്ചു. അല്ലെങ്കിൽ ഞാൻ 7 മണി 7:15 എണീറ്റുള്ളൂ. കാരണം ഉറങ്ങാൻ ലേറ്റ് ആകലുണ്ട്. അപ്പോൾ അവൻ്റെ കാര്യം കാണണം, അതാണ് വിറ്റ്. അവനെന്ത് ചെയ്യുന്ന പറയാം, 6:20 എണീച്ചിട്ട് അവൻ്റെ ഉറക്കെല്ലാം കഴിക്കും. ഞാൻ ശശി. അപ്പോൾ അവനെ ഞാൻ കാണിച്ചു തരാം ഗൈസ്. ഗൈസ് നിങ്ങൾ കണ്ട ഗൈസ്, അവൻ്റെ ഉറക്ക് തീർക്കുകയാണ്. ഞാൻ വിചാരിച്ചു ഇനി എന്നാൽ നമുക്ക് എന്ത് ചെയ്യാനാ, അവൻ്റെ ഉറക്ക് തീർക്കട്ടെ. എനിക്കങ്ങനെ ഉറക്ക് തീർക്കാൻ കഴിയില്ലല്ലോ. അവൻ എണീച്ച് കഴിഞ്ഞാൽ ഞാൻ ഉറങ്ങിപ്പോയി കഴിഞ്ഞാൽ അവൻ എണീച്ച് കട്ടുന്നാറ്റം താഴെ കൊണ്ടിട്ടുണ്ടെങ്കിലോ അതൊന്നും കഴിയില്ല. അപ്പോൾ ഫുഡ് കഴിച്ചിട്ടില്ല, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് വെച്ചു. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാലോ? ഇന്ന് എന്തെല്ലാം ഉണ്ടാക്കിയെന്ന് നോക്കാം. ഞാനല്ല ഉണ്ടാക്കിയത്, അമ്മയാണ്. അത് നിങ്ങൾക്ക് അറിയാം, സ്വാഭാവികം. അപ്പോൾ ഇന്ന് എന്തൊക്കെയാണ് അമ്മ നമുക്ക് റെഡിയാക്കി വെച്ചതെന്ന് നോക്കാം ഗൈസ്. പുട്ട് നമ്മുടെ കേരളക്കാരുടെ അല്ലെങ്കിൽ എന്താ പറയുക, മലയാളികളുടെ ദേശീയ ഭക്ഷണം പുട്ടും കിഴങ്ങ് കറിയും കേട്ടോ. പുട്ടും കിഴങ്ങും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഗൈസ്. പിന്നെ ഇപ്പം ഞാൻ ഫേസിലൊന്നും ഇട്ടിട്ടൊന്നുമില്ല കേട്ടോ. ആരെല്ലോ ചോദിച്ചിനെ ചേച്ചി മേക്കപ്പ് ഇടാണ്ട് വീഡിയോ ചെയ്യലുണ്ടോ? മേക്കപ്പ് ഒന്നുമില്ല ഗൈസ്. ഞാൻ ജസ്റ്റ് മോയ്സ്ചറൈസറും സൺസ്ക്രീനും ലിപ് ബാമും അതൊരു SPF കണ്ടന്റുള്ള സാധനങ്ങൾ മാത്രമേ യൂസ് ചെയ്യലുള്ളൂ. പിന്നെ എനിക്ക് നാച്ചുറലായിട്ട് കിട്ടിയ ഒരു ഗ്ലാമറാണ് ഗൈസ്. പിന്നെ എല്ലാവർക്കും ആ ഒരു സംശയമുണ്ട്, ഞാൻ വീട്ടിൽ നിന്ന് മേക്കപ്പ് ഒക്കെ ചെയ്തിട്ടാണോ ഇരിക്കുന്നത്. അതൊന്നുമില്ല ഗൈസ്, നോർമൽ. കാണുമ്പോൾ നിങ്ങൾക്ക് തിരിയുന്നില്ലേ, വെരി നോർമൽ. പിന്നെന്താ, അപ്പം ഞാൻ കഴിക്കട്ടെ. പ്ലേറ്റൊക്കെ എടുത്തിട്ട് വെച്ച് കഴിക്കട്ടെ. അവരൊക്കെ കഴിച്ചിട്ട് നേരത്തെ പോയി. ഇനി എൻ്റെ ഊഴമാണ്. സാവി എണീക്കുന്നതിന് മുന്നേ വേഗം അകത്താക്കണം, അല്ലെങ്കിൽ സാവി കഴിക്കാൻ വിടില്ല ഗൈസ്. കഴിക്കാൻ വിടും, എൻ്റെ അമ്മ പാവാന്ന്. എന്നാലും അവന് കൊടുക്കണ്ടേ. അപ്പം അതിന് മുന്നേ നമുക്ക് വിശപ്പടക്കാം. അപ്പോൾ ഫുഡ് കഴിക്കട്ടെ. ക്ലാരിറ്റി ഇല്ലേ ഗൈസ്? ഉണ്ട്, ഉള്ള ക്ലാരിറ്റി വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പം നമ്മൾ തൊട്ടും കിഴങ്ങും അങ്ങോട്ട് അകത്താക്കാൻ പോവുകയാണ്. അപ്പോൾ എല്ലാവരുടെയും അനുവാദത്തോടു കൂടി ഞാൻ കഴിക്കട്ടെ. സമയം 9:25 ഞാൻ പറയാം. ഭയങ്കര ബോറാണ്, ആരുമില്ല, ഞാനും മോനും. ശരി, പണ്ടൊക്കെ ആകുമ്പോൾ നമ്മള് അന്നേരം ആണുങ്ങൾ മാത്രമല്ലേ. പണ്ടത്തെ ആ ഒരു എന്തെല്ലാം ലൈഫിൽ അങ്ങനെയാണ്. അമ്മയൊന്നും പഠിക്കൂല, അച്ഛൻ പഠിക്കൂല, അപ്പൊ പ്രശ്നമില്ല. എന്നാലും ആരെങ്കിലും തിന്നാനുണ്ടാവില്ല. ഒപ്പരം അമ്മമ്മ ഉണ്ടാവും, അച്ഛൻ ഉണ്ടാവും. ഇതാരുമില്ല, ഭയങ്കര ബോറാ കഴിച്ചു. അതുകൊണ്ട് ഞാൻ ഷോർട്സ് ഇട്ട് നിങ്ങളെ വെറുപ്പിക്കുന്നു. എന്തെങ്കിലും ഒരു എന്റർടൈൻമെന്റ് വേണ്ടേ ലൈഫില്. പിന്നെ എൻ്റെ അവസ്ഥ പറയുന്നത് ഹസ്ബൻഡ് ഗൾഫിലാണ്, ബന്ധം പോലെയാണ് ലൈഫ്. അതുകൊണ്ട് ഇങ്ങനെ തിന്നിട്ടും കുടിച്ചിട്ടും നേരം കൂട്ടുന്നത്. അതിലിടയ്ക്ക് ജസ്റ്റ് ഒരു എന്റർടൈൻമെന്റ്, കുറച്ചും റിഫ്രഷ് ആയി കുറച്ചും സന്തോഷിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഷോർട്സും റീൽസും ഒക്കെ ചെയ്യും. പിന്നെ ടൈം പോകാൻ വെച്ച് കഴിഞ്ഞാൽ പാട്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം വെച്ചാൽ ജസ്റ്റ് ഒരു സമയം നോക്കലുണ്ടായി. വൈകുന്നേരം വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. എന്നാലും നമുക്കൊരു ആൾക്കാരെല്ലാം ഉണ്ടാകുമല്ലേ, കുറച്ച് എന്താ പറയാ, ഒന്ന് രസമുണ്ടാ. അതാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. അപ്പം ഞാൻ ഫുഡ് കഴിക്കുമ്പോൾ സംസാരിച്ച് എന്തായാലും തൊണ്ടേ പറഞ്ഞു. അതുകൊണ്ടാവുന്നു അങ്ങനെ ഞാൻ ഫുഡ് കഴിച്ചിട്ട് നെക്സ്റ്റ് എന്താ ചെയ്യുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരാം. അത് ടൈം ആയിട്ട് ഭയങ്കര പോറാ കഴിച്ചു. ഒറ്റ കാരണം ഉണ്ടാകുന്നൊന്നല്ല, ഞാൻ എത്ര കഷ്ടപ്പെട്ടിട്ട് അറിയാൻ നോക്കുന്നു. ആരൊക്കെ എപ്പോഴും ഉണ്ടാവും ഒപ്പരം നിന്ന് വെച്ചിട്ടാണ്, ആരും ഒരിക്കലും ഉണ്ടാവില്ല. ഇന്നത്തെ കാലത്ത് ആണും പെണ്ണും പണിപ്പോയി കഴിഞ്ഞാൽ മാത്രമേ വീട്ടിൽ എന്തെങ്കിലും നടക്കും. അതെല്ലാവർക്കും അറിയാം. ഹസ്ബൻഡ് എന്നോട് പറയുന്നുണ്ട്, നോക്കിക്കോ ചെറുപ്പം വലുതായ പാട് പണിക്കുവാൻ. എനിക്ക് തീരെ താല്പര്യമൊന്നുമില്ല പണിക്കുവാൻ വേണ്ടിയിട്ട്. എനിക്ക് യൂട്യൂബ് റീൽസ് ഷോർട്സ് ഒക്കെ ആക്കിയിട്ട് പോകാനാണ് താല്പര്യം. എന്നാൽ നല്ല ഓഫർ കിട്ടിയിട്ട് പോകും. നല്ല ഓഫർ കിട്ടാൻ വേണ്ടിയിട്ട്
എക്സ്പീരിയൻസ് ഒക്കെ വേണം. അത് നല്ലത് കിട്ടിക്കണ പോകും. അതാണ് ഒരു ഇത്. ഞാൻ ഫുഡ് കഴിക്കുന്നത് കാണിച്ച് പോരാടിക്കുന്നില്ല. കഴിച്ചിട്ട് വന്നിട്ട് എൻ്റെ അടുത്ത ഡേ ഇൻ മൈ ലൈഫിലുള്ള ആക്ടിവിറ്റീസ് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ഫുഡെല്ലാം കഴിച്ച് ലിപ്സ്റ്റിക് ഇട്ടിട്ട് എവിടെയും പോകുന്നതാണ്. ലിപ്സ്റ്റിക് അല്ല, ലിപ് ബാം ആണ് ഗൈസ്. അതായത് നമുക്ക് SPF കണ്ടന്റുള്ള സാധനങ്ങൾ യൂസ് ചെയ്യും. പിന്നെ അതാണ് ഞാനില്ല SPF കണ്ടന്റ് യൂസ് ചെയ്തിട്ട് പുറത്തൊന്നും പോകുന്നില്ല. പിന്നെ സാവി എൻ്റെ ഞാൻ ഈ വീട്ടിൽ എന്തിനാ ഒരുങ്ങി നിൽക്കുന്നതെന്ന് അറിയാം. അവിടേക്കാണ് പൊട്ട് വന്നിട്ട് പൊട്ട് ഞാൻ സത്യത്തിൽ പൊട്ട് വെച്ച് ഒന്ന് ജസ്റ്റ് ഒന്ന് ഒരുങ്ങും. മീൻസ് എപ്പോഴാണ് നമുക്ക് ആ ഒരു ടൈം കിട്ടുന്നതെന്ന് അറിയില്ല. അതായത് ഷോർട്സ് എടുക്കാൻ വേണ്ടി. ഇപ്പോൾ സാവി ഉറങ്ങിയേനെ. അപ്പോൾ സാവിൻ്റെ മൂഡ് പോലെ ആയിരിക്കും ഞാൻ ഷോർട്സ് എടുക്കുക. കാരണം മൂടുണ്ടാകുമ്പോൾ എന്തായാലും ഇങ്ങനത്തെ വീഡിയോസ് ഒന്നും എടുക്കാൻ കഴിയില്ലല്ലോ. അത് നിങ്ങൾക്ക് അറിയാമല്ലോ. അതുകൊണ്ട് ഞാൻ ഒരുങ്ങി നിൽക്കും. ലിപ് ബാം മാത്രമേ അപ്ലൈ ചെയ്യുന്നുള്ളൂ. എനിക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ കൺമഷി ഇടും കേട്ടോ. വാരി തേച്ച് വിടും. അതായത് നമുക്ക് ഉണ്ടാക്കിയ കൺമഷിയില്ലേ, ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട് എൻ്റെ വീഡിയോസ്. ഉണ്ടാക്കിയ കൺമഷി മാത്രമേ ഇടും. പിന്നെ എനിക്കെന്തോ മറന്നുപോയാൽ. പിന്നെ എനിക്ക് സിന്ദൂരം രാവിലെ തന്നെ വെക്കുന്ന ഭയങ്കര ഇഷ്ടം. ഇന്നത്തെ കാലത്ത് ആരും ഇതൊന്നും ഇഷ്ടപ്പെടാത്ത കാര്യം. പക്ഷെ ഞാനൊരു വെറൈറ്റി ആയിട്ട് ഞാൻ സിന്ദൂരെല്ലാം വാരി തേച്ച് വീട്ടിൽ നോക്കുവേ. വെടിക്ക് പോകുമ്പോൾ വെക്കുമെന്ന് ചോദിച്ചാൽ വെക്കും. അതിൻ്റെ ഡ്രസ്സിൻ്റെ ഒരു ലുക്ക് പോലെ വെക്കും. ഡ്രസ്സ് മോഡേൺ ആക്കി അങ്ങനെ വെക്കാൻ ചാൻസ് നിൽക്കില്ല. പിന്നെ മുടിയിലൊന്ന് കെട്ടി നമ്മൾ എന്തായാലും ഒരു വൃത്തിയിൽ നിൽക്കണം. നമ്മളെ വൃത്തി മെയിനാണ്. മേക്കപ്പ് ചെയ്ത് നിൽക്കുന്നതൊന്നുമല്ല. ഒരു ചൊട്ടിയും ഒരു സിന്ദൂരും ഒരു കൺമഷിയും അതൊരു മേക്കപ്പ് അല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കണ്ടാൽ ഇപ്പം നമ്മൾ കാണാൻ തന്നെ ഒരു കുറച്ച് വൃത്തിയില്ല, കോൺഫിഡൻറ്റ് ലുക്ക്. ഒരു വൃത്തിയില്ലാതെ പോലെ നിന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് ആരെയും കയറി വന്നു കഴിഞ്ഞാൽ ഇത് എന്തെന്നാ ഇവളെന്നാ ഇങ്ങനെ കോലെന്നെ വിചാരിക്കും. അപ്പം അതിനൊന്നും നമ്മൾ ഇടവരുത്തല്ല. നമ്മളെ വ്യക്തി ശുചിത്വം എന്ന് പറയുന്നതല്ലേ, അത് ഇമ്പോർട്ടൻ്റ് ആണ് ലൈഫിൽ. അപ്പോൾ ഞാനെപ്പോൾ ഇങ്ങനെയാണ്. കാരണം എന്ന് വെച്ചാൽ റീൽസിൽ ഷോർട്സിൽ എങ്ങനെയാണ് ഞാൻ ഉള്ളത് അതേപോലെ തന്നെ ഞാൻ വീട്ടിൽ നിന്ന് ഉണ്ടാവില്ല. അതായത് ലിപ്സ്റ്റിക് ഒന്നും വാരി തേച്ചിട്ടില്ല. ഷോർട്സ് ഉണ്ടാകുമ്പോൾ ഇപ്പോൾ ലിപ് ബാമിൻ്റെ മുകളിൽ ജസ്റ്റ് ഒരു ലിപ്സ്റ്റിക് ഞാൻ ഇടും. വേറെ ഒന്നും ഞാൻ ചെയ്യില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് ആക്ടിവിറ്റി ഡേ ഇൻ മൈ ലൈഫിൽ ഇതാണ്. ജസ്റ്റ് ഫുഡെല്ലാം കഴിച്ച് ലിപ് ബാമിലിട്ട് ഒരു പൊട്ട് വെച്ചു. പിന്നെ സിന്ദൂരം വെച്ചു. ഒന്ന് കണ്ണാടിയിലെല്ലാം നോക്കി ജസ്റ്റ് നമ്മളോട് തന്നെ നമ്മുടെ ഭയങ്കര ഹാപ്പി, അതായത് ഞാൻ ഭയങ്കര ഹാപ്പിയാണ്, എനിക്ക് നല്ല സന്തോഷമുണ്ട്, അല്ലെങ്കിൽ ഞാൻ ഭയങ്കര സുന്ദരിയാണ്, നമ്മളോട് തന്നെ പറയുമ്പോൾ അങ്ങനെയുള്ള ഓരോ കൗൺസിലേഴ്സിലും പറയുന്ന കേൾക്കുന്നില്ല. നമുക്കെന്നെ ഒരു കോൺഫിഡൻറ്റ് കിട്ടും. ആ ദിവസം ഹാപ്പി ആകും, ചിരിച്ചിട്ട് എണീക്കണം എന്നാണ് പറയുന്നത്. അതുപോലെയാണ് ഞാൻ ഫോളോ ചെയ്യുന്നത്. അതായത് ഞാൻ എന്താ പറയുക, എനിക്ക് സന്തോഷമുള്ള കാര്യങ്ങൾ ഞാൻ ലൈഫിൽ ചെയ്യുന്നത്. അതായത് എന്നല്ല എല്ലാ ദിവസവും ഇതുപോലെ തന്നെ ആട്ടോ എൻ്റെ ഡേ ഇൻ മൈ ലൈഫിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട്. ഇത് ഞാൻ എങ്ങനെയുള്ളത് ഒരു ഷോർട്സിൽ അതേപോലെ തന്നെ വീട്ടിൽ വരുമ്പോൾ കൺമഷിയൊന്നും ഇടുന്നില്ല. സുറുമയിലുണ്ട്, അതിൻ്റെ ഇതൊന്നുമില്ല. സാധാരണയാണ് സുറുമ എന്ന് പറഞ്ഞിട്ടൊരു പേടിയാണ് തന്നതാട്ടാ. തണുപ്പൊക്കെ കിട്ടുന്നുണ്ട് സുറുമ. ഞാൻ സുറുമ ചിലരിക്ക ഇങ്ങനെ സുറുമയിടും. പിന്നെ പറഞ്ഞാൽ ഇപ്പോൾ ഒരു ട്രെൻഡിങ് ഷോർട്സ് എടുക്കാൻ വേണ്ടിയിട്ട് നല്ല തണുപ്പ് കഴിച്ച് ഇപ്പോൾ ഒരു ട്രെൻഡിങ് ഷോർട്സ് വന്നെന്ന് വെച്ചോ. അപ്പോൾ നമുക്ക് ട്രെൻഡിങ് ഷോർട്സ് ചെയ്യാന്ന് പറഞ്ഞാൽ അത്രയും നല്ലതാണ്. നമ്മുടെ ചാനലിൽ എന്താ പറയുക കുറച്ച് വാച്ച് അവർ കിട്ടും. അപ്പോൾ ട്രെൻഡിങ് ഷോർട്സ് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരുങ്ങുമ്പോഴത്തേക്ക് വേണമെങ്കിൽ സാരി ഞെട്ടും, അല്ലെങ്കിൽ ആരെങ്കിലും വരും. കണ്ണ് തീർന്നു എരിയുന്നു ഗൈസ്. സുറുമേൻ്റെ പ്രത്യേകത കേട്ടോ. അപ്പോൾ പിന്നെ ചിലർക്ക് ആള് വരും, അല്ലെങ്കിൽ സാരി അണിക്കും, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളാണ്. അപ്പോൾ നമ്മൾ ഒരുങ്ങുന്ന സമയം എപ്പം റെഡ്യൂസ് ചെയ്യാം, കുറക്കാം. ഉറങ്ങുന്ന സമയം എപ്പോൾ കുറക്കാം. അതുകൊണ്ട് ഞാൻ പിന്നെ ഇതുപോലെ ഒരുങ്ങി നിൽക്കും. ഇനിയിപ്പോൾ നമുക്ക് ഷോർട്സ് ഇട്ടാൽ പോരെ. സാരി അണിയിച്ച് ഗൈസ് എന്തല്ലോ പറഞ്ഞല്ലേ. വാതിൽ ക്ലോസ് ചെയ്യുന്ന കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഒറ്റയ്ക്കേ ഉള്ളൂ. അങ്ങനെ ശക്തരായ ആളുകൾ വന്നാലും ഒറ്റയ്ക്ക് വീട്ടിലുള്ളപ്പോൾ എല്ലാ വാതിലും ഡോറും ഒക്കെ അടക്കണം. ഹായ് വഞ്ഞാട്ടെ, ഹായ് വഞ്ഞാട്ടെ, ഇരാ ഹായ് വഞ്ഞാട്ടെ. കൊതു വച്ചിനാ മോൻ ബാ. ഗൈസ് അപ്പൊ നമ്മള് താരം എണീറ്റു ഗൈസ്. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോ ഞാൻ ജസ്റ്റ് ഒന്ന് സിന്ദൂരം വെച്ച് പൊട്ടും വെച്ച് ഒരുങ്ങുന്നത് നന്നായില്ലേ. ഇനിയിപ്പോ ഇവന് ഇങ്ങനെ ഉറങ്ങുന്ന ഗ്യാപ്പിൽ നമുക്ക് ഷോർട്സ് ചെയ്താൽ പോലെ. ഇങ്ങനെയൊക്കെയാണ് ഗൈസ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഞാൻ ചെയ്യുന്നത്. എല്ലാവരും ചോദിക്കലുണ്ട് കുട്ടീനെ വെച്ചിട്ട് നീ എങ്ങനെയാണ് വീഡിയോസ് എടുക്കുന്നത്, ഒരു ചില ട്രിക്കെല്ലാം ഉപയോഗിക്കേണ്ടി വരും. എന്നാലും നമുക്ക്
വീഡിയോസ് എടുക്കാൻ വേണ്ടി പറ്റും. നമ്മളിപ്പോൾ കുട്ടികളായി കഴിഞ്ഞാൽ സൗന്ദര്യ സംരക്ഷണം അല്ലെങ്കിൽ മുടി സംരക്ഷണം അങ്ങനെ ഒരു സമയമൊന്നും ഉണ്ടാവില്ലണേ. പിന്നെ പറയും കുട്ടിയായി കഴിഞ്ഞാൽ എനിക്ക് പിന്നെ ഒട്ടും സമയം ഉണ്ടാവില്ല, അങ്ങനെയാവും ഇങ്ങനെ, ഒന്നുമല്ല കേട്ടോ. സമയം നമ്മൾ കണ്ടെത്തി കഴിഞ്ഞാൽ നമുക്ക് എല്ലാത്തിനും സമയം ഉണ്ടാവും. അതുപോലെ നമ്മൾ സമയം കണ്ടെത്തുക. പിന്നെ കുട്ടിക്ക് ഒന്നും വരാണ്ട്, ഒരു അസുഖമൊന്നും വരാണ്ടിരിക്കാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക. കുട്ടിക്കൊന്നും അസുഖം വന്നാൽ നമ്മൾ മെന്റലി ഡൗൺ ആകും. അങ്ങനെയൊന്നും വീഡിയോസ് ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ല. അല്ലാതെ ഇപ്പോൾ കുട്ടി ഉറങ്ങുന്ന ഗ്യാപ്പിൽ, കളിക്കുന്ന ഗ്യാപ്പിലൊക്കെ നമുക്ക് വീഡിയോസ് എടുക്കാൻ വേണ്ടി പറ്റും. ഈ സമയമില്ല, സമയം കിട്ടുന്നില്ല എന്നൊക്കെ പറയുന്നത് വെറും അബദ്ധം കേട്ടോ. ശരിക്കും സമയം കിട്ടും. നമ്മൾ സമയം ഉണ്ടാക്കണം. എന്ത് കാര്യത്തിലും സമയം ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് സമയം കിട്ടും. ഇപ്പൊ സാവിക്ക് ഞാൻ ഇനി ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ പോകുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇവൻ അങ്ങനെ ഒന്നും കഴിക്കൂല. അതാണ് മെയിൻ. റാഗി ഇഷ്ടമല്ല, അമൃതം പൊടി ഇഷ്ടമല്ല, ഒന്നും ഇഷ്ടമില്ല, കുറുക്കൊന്നും ഇഷ്ടമില്ല. ഇന്ന് ഞാൻ ബത്താസില്ലേ, നിങ്ങളുടെ നാട്ടിൽ എന്താ പറയാൻ എനിക്കറിയില്ല, അത് ഞാൻ പുഴുങ്ങി വെച്ചിട്ടുണ്ട്. അതിങ്ങനെ ഉടച്ചിട്ട് അതിൽ വെച്ച് കൊടുത്തു നോക്കട്ട് കഴിക്കുമെന്നറിയില്ല ഗൈസ്. ഇനിയാണ് ഒരു ടാസ്ക്. പൂമ്പാറ്റേനെയും തുമ്പീനെയും കാക്കേനെയും പൂച്ചേനെയും ഒക്കെ വരുത്തിക്കണേന് മുറ്റത്ത്. എന്നാലും ഒരു വായി ആള് കഴിക്കാം. നമുക്ക് നോക്കാം. അപ്പൊ നിങ്ങൾക്ക് കാണിച്ചു തരാം. എൻ്റെ ഈ ഡൈൻ മൈ ലൈഫില് ഞാനും സാരിയും മാത്രമേ ഉണ്ടാവും. ചിലർക്ക് അച്ഛനുണ്ടാവും. അച്ഛൻ റയർ, ഭയങ്കര ചാൻസ് കുറവാണ്. കാരണം ആള് ട്രിപ്പിന് പോയി, ഓട്ടോ ഉണ്ട്. ഇപ്പോൾ വെൽഡറാണ്, വെൽഡിങ്ങിനും പോകും, പിന്നെ ട്രിപ്പിനും പോകും. അപ്പൊ ട്രിപ്പിന് പോയിട്ടാണ്. ആ ആൾക്ക് വിശക്കുന്നുണ്ടെന്ന് തോന്നേ ഗൈസ്. അപ്പൊ ഞാൻ ഫുഡ് എടുത്തിട്ട് വന്നിട്ട് എൻ്റെ മോനെ കൊടുക്കുമല്ലേ. ഹായ് എന്നിട്ട് കൈമുട്ടിയട്ടെ. എങ്ങനെ കൈമുട്ടോ? കൈമുട്ടി. പിന്നെ ഓരോന്നും ചെയ്യും. അമ്മ പഠിപ്പിച്ചു കൊടുത്തിയാന്നേ. അമ്മ ഓരോ ആക്ഷൻസ് പഠിപ്പിച്ചു കൊടുത്തിന്. എങ്ങനെ ഫോൺ വിളിക്കുക? ഹലോ. എങ്ങനെ ഫോൺ വിളിക്കുക? ഫോൺ വെച്ചട്ടെ. ഹലോ. ഹലോ. സാവി മോനാ. വെരി ഗുഡ്. അങ്ങനത്തെ ഓരോരോ ആക്ഷൻസ് അമ്മ പഠിപ്പിച്ചു കൊടുത്തിന്. ഞാൻ പഠിപ്പിച്ചു കൊടുത്തവൻ അങ്ങനെ ഏൽക്കുന്നില്ല എന്ന് എനിക്കൊരു സംശയമുണ്ട്. അമ്മ പറഞ്ഞ നീ മെനക്കെടായിട്ട്. അമ്മ വൈകുന്നേരം വന്ന ഇവന്റെ ട്രെയിനർ അമ്മയാണ് കേട്ടോ. അമ്മ ഇങ്ങനെ ഓരോ കാര്യങ്ങളും ഒക്കെ ഇവന് പറഞ്ഞു കൊടുക്കും. ഇവൻ ജസ്റ്റ് ചെയ്യും. ഒരേക്ക് എന്നെ വേണം എന്നിട്ട് കാര്യം, ചിലർക്ക് എന്നെ വേണ്ട. അപ്പൊ ഞാൻ ഇവനെ ഒന്ന് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കട്ടെ. നോക്കിയോട്ടെ. നോക്ക് മോനെ, തിന്നടാ മോനെ. നല്ല ടേസ്റ്റ് ഇല്ലേ? ദേശം തിന്നാ മതി. കുറച്ച് പുറത്ത് കളയാൻ മറന്നുപോയി ഗൈസ്. ബാവക്ക് നമ്മൾ പുറത്തുനിന്ന് ഫുഡ് കഴിക്കുമ്പോൾ എന്തായാലും കുറച്ച് പുറത്ത് കളയണമെന്നല്ലേ, ഞാനത് ചെയ്യാൻ മറന്നുപോയി. ചവിട്ടല്ല മോനെ. ഇതാ ഇവര് നോക്കാൻ കലമ്പുന്ന ഷൂജമാമ കലമ്പ ബേബ കുച്ചി പൂമ്പാറ്റി എടുത്തു. ക്യാമറ നോക്കി. സാവി അമ്മ, സാവി അമ്മ. ഉമ്പക്കുച്ചി നമ്മള് തൊണ്ടക്ക് പിടിക്കും. അമ്പടാ വേഗം ഗൈസ്. ഈ ഒരു ടാസ്ക് എന്ന് പറഞ്ഞാൽ വല്ലാത്ത ടാസ്കാ. അത് ഇനിയിപ്പോ ഈ എന്നെ പോലത്തെ ഇങ്ങനെ ചെറിയ മക്കളുള്ള അമ്മമാർക്ക് എന്തായാലും തരും. ഈ ഒരു ടാസ്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെയെങ്കിലും മോന്റെ വായിൽ അല്ലെങ്കിൽ ആ ഒരു ഫുഡ് നമ്മളെ വയറ്റിലെത്തിക്കുക എന്ന് പറഞ്ഞാൽ വല്ലാത്ത കഷ്ടം ഗൈസ്. ഇല്ലാത്ത പൂമ്പാറ്റേനെ അല്ലെങ്കിൽ ഇല്ലാത്ത കാക്കേനെ പോലും നമ്മൾ മിറ്റത്ത് എത്തിക്കേണ്ടി വരും. കഴിക്കുകയില്ല. ഇതിപ്പോ ക്യാമറ മുന്നിലുണ്ടല്ലോ, അപ്പൊ അങ്ങനെ കഴിക്കുന്നതാ. സാവി അമ്മ, സാവി അമ്മ നോക്ക്. സാധാ നോക്കുന്നവര് ഗൈസ്. ഞാൻ ഇവനെ കഴിപ്പിച്ചിട്ട് കാണാട്ടാ. ഇനിയുള്ളതെല്ലാം വൺ ടാസ്കാണ്. നിങ്ങൾ കണ്ട് നിങ്ങൾ വിചാരിക്കും എന്തിനാ ഇവളിങ്ങനെ കുത്തിത്തിരിക്കുന്നു. ഗൈസ് ഒന്നും കഴിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് തന്നെയല്ല മോശം. അത് അമ്മമാർക്കേ തരും. മക്കൾ കഴിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് വിശക്കുന്ന പോലെയാണ് ഗൈസ്. നമ്മൾ മാത്രം കഴിച്ചാൽ പോരല്ലേ, ഇവര് കഴിക്കണ്ടേ. ഇത് കഴിക്കടാ. അപ്പൊ ഞാൻ കഴിച്ചിട്ട് കാണാം ഗൈസ്. ഞാൻ കഴിച്ചിട്ട് ഇവനിപ്പ എന്നെ പറിച്ച് കീറുന്നില്ല. നിങ്ങൾ കാണേണ്ടവരില്ലേ ഈ വയറ്റ് ഇല്ലേ? ഇനി പറിച്ച് കീറൂല്ലേ? ശരിക്കും വേണ്ട. അതിന്റെ അർത്ഥം അതാണ്. ഭയങ്കര കഷ്ടം. അതാ കറുപ്പ പൂമ്പാറ്റ വന്നിട്ടാ. കറുത്ത പൂമ്പാറ്റ കണ്ടാ. ഇടക്കിടക്ക് ഓരോരോ പൂമ്പാറ്റ വരും. ആ പൂമ്പാറ്റ വരുന്നതിനിടയ്ക്ക് ഞാൻ ഫുഡ് കൊടുക്കട്ടെ ഗൈസ്. അപ്പോൾ നമ്മളുടെ നെക്സ്റ്റ് ആക്ടിവിറ്റീസ് കാണാം. ഇനിയെല്ലാം
എന്താ പറയുക സാവി ഞാനും മാത്രമുള്ള വൺ എന്താ പറയുക നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഓരോരോ സംഭവങ്ങൾ നമ്മുടെ ഡേ ഇൻ മൈ ലൈഫിലുണ്ടാവും. അപ്പോൾ എൻ്റെ വരെ മിസ് ചെയ്യാണ്ട് കണ്ടുവെക്കണേ. നിങ്ങൾ രണ്ട് കമിതാക്കളെ കാണുന്നുണ്ടോ ഗൈസ്? ഞാൻ ഇവന് കാണിച്ചു കൊടുക്കുന്ന പൂമ്പാറ്റകളിൽ ഏറ്റവും ചെറുതാണ് വന്നത് കേട്ടാ. ഇവന് കാണിച്ചു കൊടുക്കാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നതാണേ. അതങ്ങെത്തി പറന്ന് അങ്ങെത്തി. ഇവിടെ കുറച്ച് ഒരു ചെടികളും പൂക്കളും ഉള്ളതുകൊണ്ട് 2-3 പൂമ്പാറ്റ വരും ഗൈസ്. അതാണിപ്പോൾ നമ്മൾ കണ്ടത് ഗൈസ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഈ ഡേ ഇൻ മൈ ലൈഫിൽ ഈ വാവയ്ക്ക് ഈ ഫുഡ് കൊടുക്കലേ ഉള്ളൂ എന്ന്? കാരണം എന്ന് വെച്ചാൽ ഞാൻ അത്രയും സമയം എടുത്തിട്ട് കൊടുക്കുന്ന വെച്ചാൽ ഇവൻ എന്നിട്ടാണ് ഒരു വായി ആള് വായിലിടാം. അപ്പോൾ ബാക്കിയുള്ള ഭക്ഷണം ഞാൻ കൊടുക്കുന്നത് ഏൻ്റീൻ്റെ അടുത്ത് പോയിട്ട് ഏൻ്റീൻ്റെ അടുത്ത് കുറച്ചാൾ നിൽക്കും. ആരെങ്കിലും മക്കൾ കാണുമ്പോഴല്ലേ ജസ്റ്റ് ഒന്ന് എപ്പോൾ എൻ്റെ മുഖം മാത്രമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എങ്ങനെ ആൾ കഴിക്കണം? സോ കുറച്ചൊക്കെ അവിടുന്ന് ഞാൻ കൊടുത്ത് അങ്ങനെയൊക്കെയാണ് കേട്ടോ എൻ്റെ ഈ ഓരോരോ ദിവസങ്ങൾ കഴിഞ്ഞു കൊടുത്താൽ അതിലിടയ്ക്ക് വീഡിയോസ്. പിന്നെ ഒരു വിറ്റേക്കണ ഇവൻ അടുത്ത നായിയാണ്. എൻ്റെ ഏൻ്റീൻ്റെ വീട്ടിലെ ഡോറ എന്ന പേര് ആൺകുട്ടിയാണ്. ആൺനായി, ആൺകുട്ടിയിലെ ആൺനായി. പക്ഷേ ഇവന് അതായത് എൻ്റെ മോൻ എപ്പോൾ ഏൻ്റി എടുത്താലും അവൻ അസൂയാണ്. അതാണ് ഇങ്ങനെ കുറച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ബാക്കിയുള്ള ആ ഒരു ബത്താസിൻ്റെ കഷ്ണം ഞാൻ അകത്താക്കി ഗൈസ്. ഇവൻ കുടിക്കാത്തതും തിന്നാത്തതുമായ എല്ലാ ഭക്ഷണവും എൻ്റെ വായിൽ തന്നെയാണ് കേട്ടോ പോകുന്നത്. പക്ഷെ എന്താണെന്നറിയില്ല, തടിക്കുന്നില്ല. അത് നല്ല കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നു. തടിച്ചിട്ടില്ലേ നല്ലതല്ലേ. പിന്നെ എൻ്റെ അടുത്ത് കുറച്ച് സംസാരിച്ച് പിന്നെ ഈ നായി നിൽക്കാൻ പെടുന്നില്ല ഗൈസ്. ഈ ഡോഗ് നമ്മളെ ഒരു മാതിരിയാക്കുന്ന നമ്മൾ അവനെ പോടാന്ന് വിളിച്ചിട്ട് ഇറങ്ങാൻ പോകുകയാണ് ഗൈസ്. വരും അങ്ങനെ നമ്മളെ തിന്നൽ എന്ന് പറഞ്ഞ വലിയ ടാസ്ക് കഴിഞ്ഞിട്ട് വരികയാണ് ഗൈസ്. ചിലയിരിക്കും ഞാൻ ആൻറ്റീൻ്റെ അടുത്ത് പോകും. കാരണം ആൻറ്റി ഉണ്ടെങ്കിൽ ഇവൻ കളിച്ചിട്ട് അവിടുന്ന് തിന്നും. ആൻറ്റീനെ ഭയങ്കര കാര്യം. നമ്മളെ ഗൈസ് അങ്ങനെ നമ്മൾ എനിക്ക് അടിച്ച സമയം കുറച്ച് സമയം എന്നെ കളിക്കലും ഇവനുമായിട്ടുള്ള കളി തന്നെ ഗൈസ്. ഒന്ന് തിന്നണ്ടാട്ടാ, മുമ്പൊന്നും നഞ്ഞിട്ടില്ല. ബാക്കി അമ്മയല്ലേ തിന്നേ ഗൈസ്. നിങ്ങൾക്കൊന്ന് കാണിച്ചു തരണം. ഞാൻ തിന്നിക്കുന്ന വേറൊരു മോഡലാണ് ഇത് ഗൈസ്. ഇപ്പോ സമയം ഉച്ചരയായി. പിന്നെ നമ്മള് ഉറങ്ങിപ്പോയി ഗൈസ്. ഞാനും മോനും ഉറങ്ങിപ്പോയി. അപ്പൊ ശകലം ഫുഡ് കൊടുക്കാൻ നിൽക്കുന്നത് കഴിക്കൂല, എന്നാലും നമ്മൾ ഒന്തിക്കേറ്റാൻ ശ്രമിക്കുന്നതാണ്. അപ്പോ ആയുധം എന്താണെന്നറിയോ? എല്ലാരും കാണുന്നില്ലേ? ഇതാണ് ആയുധം. അപ്പൊ ഇതിന്റെ സൗണ്ട് പ്രകാരം അവൻ തിന്നുന്നു ട്ടാ, തിന്നും. അങ്ങനെയാണ് അവന് കാണിച്ചുതരാം. ഹലോ, കഴിക്കാൻ പോകുന്നത് അപ്പൊ പാട്ട് പാടാൻ മാത്രല്ല, ഇതിനെ കൊണ്ട് ഇങ്ങനെയുണ്ട് ചില ഉപകാരങ്ങൾ. എന്താ ചെയ്യാ ഗൈസ്, എനിക്ക് വേറെ വഴിയില്ല. അച്ചാച്ചനെ നോക്ക്, അമ്മേനെ നോക്കും പറയുമ്പോ അച്ചാച്ചനും അമ്മമ്മയുടെ ഇല്ലല്ലോ. എന്നാ ചെയ്യുന്ന ഒറ്റയ്ക്കല്ലേ. അതാണ് ഗൈസ്, നമ്മൾ ഉറങ്ങിപ്പോയി. ആരോ വന്നു ഗൈസ്. നമുക്കൊരു പാർസൽ വന്നെയാണ്. ഇതാണ് കേട്ടോ. അതിലിടക്കൊരു ബ്രേക്ക് വന്നു. സോറി. അപ്പൊ പാർസൽ വന്നിട്ടുണ്ട്. എന്താണ് ഇതിൽക്കുള്ളിൽ നിന്ന് കാണിച്ചു തരാം. മീഷോ ഒന്ന് ഞാൻ ഓർഡർ ചെയ്തത് ഗൈസ്. നമുക്ക് നോക്കാം. കുറെ എണ്ണം ചെയ്തിന്, അതിൽ ഏതാ വന്നതെന്ന് അറിയില്ല. ഇതേതാ ഇവന് ഫുഡ് കൊടുക്കുമ്പോന്ന് ഓരോന്നും വരുവാ.
ആ ഫുഡ് ആടെ വേറി, ഇതെല്ലാം വേറി. ഇനി ഇത് വേറിയത് അടിച്ചു വാരണം, അനക്ക് കഴിക്കണം. അങ്ങനെ ഉറങ്ങിപ്പോയി, അതാ സംഭവം. ഗൈസ് നമ്മളെ ഈ പാർസല് ഗൈസ് ഞാൻ ഇപ്പൊ ഒരു ബ്രേക്ക് എടുത്തിന്, ഞാനത് ഇത് വാങ്ങാൻ വേണ്ടിട്ടാണ് കേട്ടോ. പിന്നെ ബാക്കിലൊക്കെ കാണുന്ന തുണിയൊക്കെ കണ്ട സാരി മൂത്രയിച്ച തുണിയാണ്. തിരുമ്പണെങ്കിൽ അമ്മ വരണം. ഇവനെയും വെച്ചോണ്ട് എനിക്ക് മുകളിൽ പോയിട്ട് തിരുമ്പാൻ കഴിയില്ല. മുകളിൽ നിന്നാണ് വാഷ് ചെയ്യല്. അപ്പൊ ലേശം ഫുഡ് കഴിക്കുന്ന വെച്ചിട്ടാണ് കൊടുക്കുന്ന അടുത്ത്. ഹലോ കണ്ടാ, ഇതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഉപകാരം ഗൈസ്. കാരണം പാട്ട് പാടാൻ വാങ്ങിച്ച മൈക്കാണ്. പിന്നെ ഇവന് ഇതൊരു അതിശയം പോലെയുള്ള, കാരണം എന്ന് വെച്ചാൽ നമ്മളിതൊരു കേൾക്കാതെയാണല്ലോ, നമ്മുടെ വോയിസ് ഇങ്ങനെ വെളിങ്ങനെ മക്കൾക്കൊന്നും അറിയില്ലല്ലോ. അപ്പൊ ഇതുപോലെ ഹോം തിയേറ്ററും കാര്യങ്ങളും മൈക്ക് സെറ്റും ഒക്കെ എന്റെ വീട്ടിൽ നിന്ന് പാട്ട് പാടാൻ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി അച്ഛൻ വാങ്ങിച്ചെന്നുള്ളതാണ് പണ്ടേ ആയിട്ടാ. അപ്പൊ പാട്ടും പാടും, ഇതാ ഫുഡും കൊടുക്കും. അപ്പൊ അവൻ ഫുഡും കഴിക്കും. ട്രിക്കാണ് ഇതൊക്കെ ഉണ്ടായിട്ട് വെറുതെ വീട്ടിലിച്ച് അടിക്കൊണ്ടെങ്കിലേ ഈ ട്രിക്ക് ഉപയോഗിച്ചോ. പിന്നെ ഒരു പാട്ടും കൂടി വെക്കും. അതിപ്പോ ഇതൊന്ന് കോപ്പി റൈറ്റ് കാണും, അതുകൊണ്ടാണ് ഞാൻ വെക്കാതെ കേട്ടോ. ആ പാട്ടും കൂടി വെച്ചാ ഇവൻ സെറ്റാ. നോക്കാൻ ഗൈസ്, നിങ്ങൾ നോക്കാൻ ഈ പാർസൽ ചാവി ഫുഡ് കഴിച്ചിട്ട് നമുക്ക് പഠിക്കാം. അതിന് മുന്നേ ഞാൻ പോയോ ഞാൻ ഇവന് ഫുഡ് കൊടുക്കട്ടെ. ഇതുപോലെ തന്നെ മൈക്ക് ഓൺ ചെയ്ത് ഇങ്ങനെ പാട്ട് പാടി കഥ പറഞ്ഞു. രാവിലത്തെ ഫുഡ് അങ്ങനെയാ മറ്റേ പോലെ കൊടുക്കുക. ഇത് നമ്മൾ ലേശം 2-3 പായിലാക്കിയുള്ളൂ, ഫുള്ളൊന്നും കഴിക്കൂല. ബാക്കി തേച്ച് വെള്ളവും കൊടുക്കും. അങ്ങനെ ചെറുങ്ങനെ വാവക്ക് ഇങ്ങനെ നുള്ളി കൊടുക്കാൻ. പുറത്ത് പോയാ പൂമ്പാറ്റ, അകത്തുനിന്ന് പാട്ടും മൈക്കും. ഇതൊക്കെയാണ് ഗൈസ് എന്റെ ഒരു റൂട്ടീൻസ്. അപ്പൊ ഫുഡ് കഴിച്ചിട്ടാണ് കേട്ടാ ഗൈസ്. ഇവൻ തിന്നിട്ട് ഇവന്റെ ചതി കണ്ട ഇവൻ എണ്ണ തോന്നാൻ പെടുന്നില്ല. ഇവന്റെ പേര് തന്നെ ഇരിക്കണം പോലും ഞാൻ തിന്നിട്ട് മോനെ. ഇനി ഞാൻ കഴിക്കണം. സമയം ഇപ്പൊ 3 മണി കേട്ടാ. നമ്മൾ ഉറങ്ങിപ്പോയി. അതിലിടയ്ക്ക് ഒരാൾ വന്ന് അങ്ങനെയൊക്കെ ആയിട്ട് എന്നിട്ട് ആ വീഡിയോ ഞാൻ ആഡ് ചെയ്തില്ല. അതായത് നമുക്ക് നോട്ടീസ് തരാൻ വേണ്ടി വന്നതാ. കണ്ട ചൊവ്വ നിങ്ങൾക്ക് കാണുമല്ലോ, നിങ്ങൾ തിരിച്ചിട്ടില്ലേ കാണുക. ഞാൻ മറ്റേ പോലെ കാണിച്ചിരാം. ചൊവ്വ ശ്രീ മഹാശിവക്ഷേത്രം നവരാത്രി മഹോത്സവം കണ്ണൂർ ശ്രീരാഗം ഓർക്കസ്ട്രയുടെ ഗാനമേളയുണ്ട്. സത്യത്തില് ഈ ചൊവ്വ ശിവക്ഷേത്രത്തില് ആടെ പ്രോഗ്രാം അവതരിപ്പിക്കുന്നവർ ഇവർ എന്തിനാ ഇങ്ങോട്ട് കൊണ്ടു തന്നേന്ന് ചോദിച്ചാൽ കാരണമുണ്ട് ഗൈസ്. കാണിച്ചു തരാം. അതിന്റെ കാരണം ഞാൻ കാണിച്ചു തരാം. ഈ തെറ്റത്തിരിക്കുന്നത് ആരാ? ഞാനാണ് ഗൈസ്, ഞാനാണ്. അപ്പോൾ ഈ ചൊവ്വ മറ്റേ 13-ാം തീയതി കേട്ടോ, ഒക്ടോബർ 13-ാം തീയതി ശ്രീരാഗം ഓർക്കസ്ട്രയുടെ സിനി ട്രാക്ക് ഗാനമേള, അതായത് അവരുടെ പേരാണ് ശ്രീരാഗം ഓർക്കസ്ട്ര സിനി ട്രാക്ക് ഗാനമേള, അവരുടെ ഭക്തി ഗാനമേള കരോക്കെ, അതിൽ ഞാനും ഉണ്ട് കേട്ടോ. അപ്പോ അതുകൊണ്ടാണ് നമുക്ക് നോട്ടീസ് തരാൻ വേണ്ടിയിട്ട് അവർ പറഞ്ഞത്. അതിന്റെ കോർഡിനേറ്റർ രൂപേഷ് മാട്ടൂൽ എന്ന് പറഞ്ഞ ആളാണ്. അവര് രണ്ടാളും വന്നത്, രൂപേഷായിട്ടും ജയേഷായിട്ടാണ് ഇവിടെ വന്ന്. അതുകൊണ്ട് ഞാൻ വീഡിയോ ഒക്കെ എടുക്കാൻ മറന്നുപോയി. കുറച്ച് അവരോട് പാട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് സംസാരിച്ചിട്ട് പോയി. അപ്പൊ ഞാൻ വീഡിയോ എടുക്കാൻ മറന്നുപോയി. അതാ സമയം. പിന്നെ ഉറങ്ങിപ്പോയി. ഇവനെ ഉറക്കി, അങ്ങനെ ഞാൻ ഉറങ്ങിപ്പോയി. അങ്ങനെയാണ് ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ് എന്താണെന്നറിയില്ല, കുറച്ച് എൻഗേജ്ഡ് ആയി പോയി ഗൈസ്. അപ്പൊ നമുക്കവര് ഞാനുള്ളത് കൊണ്ട് തന്നെ അപ്പൊ നമുക്ക് ഇവിടെ എഴുതും പരിസരത്തെഴുതും ഈ ഒരു നോട്ടീസ് നമുക്ക് ഒട്ടിക്കേണ്ടതുണ്ട് ഗൈസ്. അപ്പൊ അച്ഛനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ തിന്നട്ടെ. അപ്പൊ ഞാൻ ഫുഡ് കഴിച്ചിട്ട് കാണാം. അപ്പൊ ഇന്നത്തെ സ്പെഷ്യൽ എന്നാ ഞാൻ നോക്കിയിട്ട് വരട്ടെ. ഗൈസ് നമ്മുടെ അടുത്തേക്ക് വന്നിട്ടുണ്ട്. സമം പറഞ്ഞ ഒന്നുമില്ല. അമ്മ എന്നോട് പറഞ്ഞു അടിക്കേ. അമ്മ എന്നോട് പറഞ്ഞിനി പപ്പടമുണ്ട്, മോരുണ്ട്, ഇതൊന്നും ആക്കാനും കാച്ചാനും കുടിക്കാനും എനിക്ക് സമയം പറഞ്ഞില്ലേ. ഇങ്ങനെ അവസ്ഥ എനിക്ക് എടുത്തിട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല. അതുകൊണ്ട് നമ്മൾ തൽക്കാലം ഇത് രണ്ടും വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്നു. ഇതുകൊണ്ടാ ഗൈസ് ഇപ്പൊ പ്രസവിച്ച അമ്മ എരിയും എന്ന് പറയുന്നില്ലേ, സമയത്തിന് ഫുഡ് കഴിക്കൂല. ഇവനെ ഉറക്കിയിട്ട് ഞാൻ ഉറങ്ങിപ്പോയതാണ്. എന്നാ പിന്നെന്ന് പറഞ്ഞാല്
വർത്താനം പറയട്ടു. ഇങ്ങനെ തന്നെ അവര് വന്നാലും വർത്താനം പറയാൻ പറ്റിയിട്ടില്ല. അപ്പോ ജസ്റ്റ് ഇതന്നെ ഇത്രയും തന്നെ ഞാൻ കഴിക്കാറുണ്ട്, പണ്ട് ഒരുപാട് കഴിക്കുന്നതാണ്. പക്ഷെ എനിക്ക് ഇത്ര കഴിക്കാനുള്ള ക്ഷമ ഇവൻ തരും. പിന്നെ പറഞ്ഞാൽ പപ്പടം കാച്ചാനുള്ള ആ ഒരു ഇതില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മോരും ഉണ്ട്, എന്താ പറയാ, ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം മതി. എന്താ പറയാ, ഇങ്ങനെ തന്നെ ഉണ്ടാവാ. മക്കളെല്ലാം ആയിക്കഴിഞ്ഞാൽ തിരി നമ്മളെ ഈ തള്ളച്ചി എന്ന് പറയുന്നവരില്ലേ, ഒരു പണി എടുക്കാത്ത ടീംസാ. അതുകൊണ്ട് ഇവർ ഈ തള്ള വൈബ്സ് ഒക്കെ പറയണേ. ഇപ്പൊ ഇതിനെല്ലാം കുട്ടിയായി കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ കണ്ടറിയാം. കാരണം നോവിപ്പിച്ചിന് അതൊരിക്കലും ഞാൻ മറക്കൂല. വിഷവും കൊണ്ട് മനസ്സിൽ ഞാൻ കാത്തിരിക്കുന്നുണ്ട് ഗൈസ്. കാരണം എന്താ വെച്ചാൽ അറിയുന്ന ആളാന്ന് ഇങ്ങനെ പറഞ്ഞത്, അതുകൊണ്ട് എനിക്ക് ഭയങ്കര സങ്കടമുണ്ട്. കാരണം അവരെ അമ്മേനെ വിളിക്കുന്ന സംസ്കാരം എൻ്റെ അടുത്ത് എടുത്തു. അതുകൊണ്ടാണ് ഞാൻ എല്ലാ വീഡിയോസിലും തള്ളച്ചി എന്ന് പറഞ്ഞിട്ട് സംസാരിക്കുന്നത്. എനിക്ക് റെഡിക്ക് അവരെ പേര് ഇവിടെ മെൻഷൻ ചെയ്യാം. പക്ഷെ മെൻഷൻ ചെയ്താൽ നിങ്ങൾ ആ അക്കൗണ്ട് കയറിയിട്ട് നോക്കും. പിന്നെ അക്കൗണ്ട് കയറി കഴിഞ്ഞാൽ എന്തായാലും ഒരു വീഡിയോ നോക്കുമല്ലോ, അതിന്റെ ആവശ്യമില്ല. ഇങ്ങനെ ആർക്കും വേണ്ടാത്ത പോലെ കഴിക്കും. പിന്നെ നീ തടിക്ക് തട്ടുക, ഇങ്ങനെയാന്ന് മെലിയ. പ്രസവിച്ചു കഴിഞ്ഞാൽ മെലിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ രഹസ്യം ഇതാ. കഴിക്കാൻ വിടൂല സാവി മോനെ. ഇതിപ്പോ ഒറ്റക്കായോണ്ടാ, ആരും കൊണ്ടെങ്കിൽ പ്രശ്നം. ഞാൻ അവിടെ എടുത്തിട്ടുണ്ട് കേട്ടാ, കാണൂല ചേർമ്മലോ. ഇതെന്നാ മനസ്സിലായോ? JCB കാലി എന്റെ മോൻ കളിച്ചിട്ട് പറിച്ചെടുത്തത്. അതുകൊണ്ട് ഇന്ന് നമുക്കൊന്നും ആക്കാനൊന്നും സമയമില്ല, ഒരു സ്പെഷ്യലും ഇല്ല. വേണ്ടാത്ത പോലെ തിന്നയോ, ഒരു കറിയും കൂട്ടിട്ട് തിന്നാൻ കഴിയില്ലപ്പ. നമ്മളെ അയില മോളീഷന് ഇട്ടത്, മുളക് ഇട്ടത്. ഇത് കഴിഞ്ഞപ്പോഴാണ് നമുക്ക് മീഷോന്ന് വന്ന ആ അൺബോക്സിങ് വീഡിയോ ചെയ്യാം. എനിക്ക് അൺബോക്സിങ് വീഡിയോ ചെയ്യാൻ ഭയങ്കര ഇഷ്ടം. കുറെ പ്രൊഡക്ട്സ് വാങ്ങലുണ്ട് ഞാൻ, പക്ഷെ അത് പൊട്ടിക്കാനും ഇതേപോലത്തെ സമയമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങ് സ്കിപ്പ് ചെയ്തു. ആ സ്റ്റെപ്പിന്റെ മുകളിൽ കാണുന്ന കുറച്ച് തുണികളുണ്ടാവും, ഞാൻ നേരത്തെ പറഞ്ഞല്ലേ, അതെല്ലാം തിരുമ്പണ്ടേ ഗൈസ്. മാത്രമൊന്നും ഒരുപാടുണ്ട്. അതൊക്കെ ഒരു ലോണ്ടറി ഷോപ്പ് തുടങ്ങേണ്ട അത്ര ഉണ്ട്. ഞങ്ങൾ മണ്ടാണ്ടിരിക്കുകയില്ല. ബൈ. അപ്പൊ ഫുഡ് കഴിച്ചിട്ട് അൺബോക്സിംഗ് വീഡിയോയിൽ കാണാട്ടോ. ഗൈസ്, നമുക്ക് അൺബോക്സിംഗ് വീഡിയോ ചെയ്യാട്ടോ. എന്തൊരു ഭഗവാനെയായത് ശരിയാവുമ്പോ സ്റ്റാൻഡ് ശരിയാവുമ്പോ ഇവനെടങ്ങാറാകും. അപ്പൊ നമുക്ക് ഒരു അൺബോക്സിംഗ് വീഡിയോ ആണ്. മീഷോന് എന്താ നമ്മൾ വാങ്ങിയാൽ നിങ്ങൾക്ക് ഇപ്പൊ കാണിച്ചത്. ഇത്രയും വലിയ വട്ടിയാണ്. ആയിട്ടൊന്നുമില്ല, എന്തെങ്കിലും ഒരു ഇതാക്കി എടുക്കലേ. ഇപ്പൊ മിററിന്റെ ബാക്കാണ്, പൊട്ടിക്കൊണ്ട് വാങ്ങി എന്തെങ്കിലും സാധനം കൊണ്ടുവന്നാണ്ടല്ല. പിന്നെ അത് പൊളിക്കാനുള്ള ഒരു സമാധാനം ഉണ്ടാവില്ല. പക്ഷെ എപ്പം ഒരു ദിവസം വീഡിയോ ചെയ്യാന്ന് വെച്ചിട്ട് ഞാൻ അതിൽ കൂട്ടി വെക്കും. പക്ഷെ എന്ത് കാര്യം പറയാം, നമുക്ക് സമയം കൊടുക്കില്ല. ഞാൻ ലാസ്റ്റ് ഞാൻ ബേക്ക് കൊടുക്കും. ഭയങ്കര പൊളിച്ചിരിക്കുന്നത് ഭയങ്കര ഓവറാണ്. എന്തും അമൃതമായ വിഷം, അധികം അമൃതമായ വിഷം. കണ്ണാടിനോട് എടുക്കുന്നുണ്ടോ? വീണ്ടും നമ്മളെ പരീക്ഷിപ്പിക്കാം. എനിക്ക് ഈ വൃത്തി പൊളിക്കാനൊന്നും ഇഷ്ടമല്ല കേട്ടാ. പിടിച്ചിട്ടില്ലാന്ന് തന്നെ ഇഷ്ടം. ഗൈസ്, അപ്പൊ ഞാനില്ലേ വലിയ സ്വപ്നം കണ്ടിട്ടാണ് ഇത് ഓർഡർ ചെയ്തത്. അപ്പൊ നമ്മൾ ഓർഡർ ചെയ്യുമ്പോ എപ്പം വലിപ്പ സ്ക്രീനിൽ ഇങ്ങനെ ചക്ക പോലെയുണ്ടാവുക. ഞാനും അങ്ങനെ വിചാരിച്ചിട്ടാണ് ഓർഡർ ചെയ്തത്. 2 എണ്ണം മാത്രമല്ല കേട്ടോ, 6, 8 എണ്ണം അങ്ങനെ എല്ലാം ഓർഡർ ചെയ്ത് നോക്കട്ടെ. ഇത് അത്രയുണ്ട്. പിന്നെ മീഷോന്ന് ഇത്ര ചെറിയ പൈസക്ക് ഇത്രപ്പാട് കിട്ടുമ്പോ എന്ന് പറഞ്ഞാല് തീർന്നില്ല. എന്നും അതിനുള്ളിൽ സാധനം ഉണ്ട് കേട്ടോ. അനക്ക് എന്തോ പൂന്തോട്ടത്തിനോട് ഒരു ക്രേസ് വന്നിട്ടുണ്ട്, അറിയില്ല. നോക്കട്ടെ എത്ര വരെ ഉണ്ടാവും പഠിച്ചോന്നറിയാം. പിന്നെ സാമ്പിള് നടാലോ, പിന്നെ നമുക്ക് പോട്ട് മാറ്റാം, ചട്ടി മാറ്റാം. ഇത് 2 എണ്ണം ഉണ്ട് ഗൈസ്, കാണുന്നില്ല.
ഒന്നില്ലേതാ ക്വാളിറ്റി ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. വേണമെങ്കിൽ ആരെങ്കിലും ലിങ്ക് വേണമെങ്കിൽ ഞാൻ അയച്ചു തരാം കേട്ടോ. പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചാൽ ഇൻസ്റ്റാഗ്രാമിൽ ഇൻസ്റ്റ ID എന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് കേട്ടോ. യൂട്യൂബിൽ കമന്റിൽ ലിങ്ക് വർക്ക് ആവൂല, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞേ. അപ്പൊ ജസ്റ്റ് സാമ്പിളില്ലേ 256 റുപ്യക്ക് എത്ര പട കിട്ടി നോക്കൂ. ഒന്ന് 1 2 3 4 5 ചട്ടി. 5 ചട്ടി അത് മാത്രമല്ല, ഞാൻ ഇതും കൂടി കണ്ടിട്ടാണ് ഓർഡർ ചെയ്തത്. വീട്ടിനുള്ളിൽ വെക്കാൻ വേണ്ടിയിട്ടുള്ള സംഭവം കേട്ടാ. അതിന് കണക്കായിട്ട് സാധനമുണ്ട്. അപ്പൊ ലാഭം തന്നെയാണ്. ഇപ്പൊ ക്വാളിറ്റി കുറച്ച് കുറഞ്ഞാലും ലാഭം തന്നെയാണ്. ഇതുകൂടിയല്ലേ 256 റുപ്യക്ക് ഇത്രപ്പാട് കിട്ടിയേ. അതാ ഇപ്പൊ ശാല കൂട്ടിക്കും. ഞാൻ ലാസ്റ്റ് ഫുൾ കാണിച്ചു തരാം. എല്ലാം വെച്ചിട്ട് ചെറിയതാ, എനിക്ക് ചെറുത് മതി. അതായത് നമുക്ക് എന്താ പറയാ ഭയങ്കര ലാഭമാണ്. ഈ ഒരു എന്തെല്ലോ ബിഗ് മില്യൺ സെയിൽസ് ഒക്കെ കഴിഞ്ഞില്ല. അതുപോലെ തന്നെ മീഷോയിലും അവര് സെയില് നല്ല ഓഫർ ഇട്ടിന്. അപ്പൊ ഞാൻ വിചാരിച്ചു പോട്ട് വാങ്ങാം. നല്ല ചട്ടിയായി കാണാൻ വേണ്ടി നല്ല ഭംഗിയുണ്ട്. നോക്കോ എത്ര ചട്ടി പറയും. ടോട്ടൽ എത്ര കിട്ടി നമുക്ക്? 1 2 3 4 5 ചട്ടിയും അതിന്റെ സബ് ചട്ടിയും കിട്ടി. അതായത് അകത്ത് വെക്കുന്ന ചട്ടിയാണിത് കേട്ടോ. ഇങ്ങനെ വെച്ചാൽ പുറത്ത് വെക്കാം, ഇങ്ങനെ വെച്ചാൽ അകത്ത് വെക്കാം. അപ്പൊ നല്ല നല്ല ചെടികളെല്ലാം അച്ഛൻ ഒരു ചട്ടിയിൽ ഇങ്ങനെ നട്ട് കൂട്ടിയിട്ടുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു മണ്ണൊക്കെ നിറച്ചിട്ട് ഇതിലേക്ക് വെച്ച് നമുക്ക് അകത്ത് പ്ലേസ് ചെയ്യാൻ വേണ്ടി പറ്റിയ സാധനമാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ വിചാരിച്ചു ഫെയിലായി റിട്ടേൺ അടിക്കണം. അങ്ങനത്തെ ഓപ്ഷൻ ഉള്ളിടത്തോളം കാലം ഞാൻ ഓർഡർ ചെയ്ത് കൊടുക്കും. ഗൈസ് അച്ഛൻ വന്നിട്ടാ. അച്ഛൻ ഇന്ന് വരുന്ന വിചാരിച്ചിട്ടേ ഇല്ല. ചിലരിക്കോ വൈകുന്നേരം വരുത്ത് അച്ഛൻ വന്നുകൊണ്ട് ഭയങ്കര സന്തോഷമായി ഗൈസ്. എനിക്ക് മാത്രമല്ല കേട്ടോ, ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് സാവിയാണ്. കാരണം ആണുങ്ങൾക്ക് ആണുങ്ങളെ കാണുമ്പോൾ എന്നല്ലേ പറയുക ഇഷ്ടം. അവർക്ക് ആമ്പിളർക്ക് അച്ഛനാ അങ്ങനെ ഒരു ചെറിയ കാര്യം ഉണ്ടാവും. അപ്പോൾ പുറത്ത് പോകുന്ന ആളാണ്, അമ്മ വീട്ടിൽ തന്നെയാണ്, അതോനെ അറിയാം. അപ്പോൾ അച്ഛൻ വന്നു കഴിഞ്ഞാൽ ഗടിങ്ങും നടക്കും, എടുത്തിട്ടൊക്കെ നടക്കും. അപ്പോൾ അതുകൊണ്ട് അച്ഛൻ വന്നാൽ ഭയങ്കര ഇഷ്ടമാണ്. സോ അച്ഛൻ വന്ന് ഞാൻ ഫ്രീ ആയി എന്നാണ് ഞാൻ പറയുന്നത് കേട്ടോ. അങ്ങനെ കുറച്ച് എന്താ പറയുക ഒരു ചെറിയ റിലാക്സേഷൻ കിട്ടും. അതായത് ഫുള്ളൊന്നുമല്ല, മൊത്തത്തിലൊന്നുമല്ല. അച്ഛന് ക്ഷമ കുറവുള്ള ആളാണ്, അതുകൊണ്ട് തന്നെ വലിയ റിലാക്സേഷൻ ഒന്നുമല്ല. അമ്മ വന്നാലാണ് ഫുൾ റിലാക്സ് ആവുക. കാരണം മോനും ഞാനും മാത്രം തന്നെയല്ല ഇപ്പോഴും ഉണ്ടാവുക. കാരണം ഒരേ എടുക്കലും കളിക്കലും തന്നെ. എന്നാലും എനിക്കൊരു സ്വാതന്ത്ര്യമായി ഞാൻ നടക്കണമെങ്കിൽ അമ്മ വരണം കേട്ടോ. ഇതിപ്പോൾ ഞാൻ 20 ഇരിക്കണം. പിന്നെന്ന് പറഞ്ഞാൽ കുറച്ച് ഹാപ്പിയായി, അത്ര തന്നെ. Day in my life. Sufi. കണ്ടാതെ ഫോൺ നോക്ക്. Hai guys, buat apa nak? കാണിച്ചോ? Apa? Mana nak? മതി അവിടെ ഇത് മണ്ണ് അങ്ങനെ നമ്മള് ഗൈസ് അങ്ങനെ വീട്ടിലെ അച്ഛൻ അല്ലെ അമ്മ അല്ലെ ആരെങ്കിലും ഇതേപോലെ വരുന്ന ഗ്യാപ്പിലായിരിക്കും ഞാൻ ഈ തുണി അലക്കൽ, അടിച്ചുവാരൽ, പാത്രം തേക്കൽ അങ്ങനത്തെ ചില്ലറ പണി ചെയ്യാട്ടോ. ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫിൽ അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് വാഷിംഗ് ആണ്. വാഷിംഗ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും വാഷിംഗ് മെഷീൻ ഇട്ടിട്ടാണ് ഇവിടെ നിന്ന് ഇങ്ങനെ വാഷ് ചെയ്യുന്നത്. ഞാൻ കാണിച്ചു തരട്ടെ. അച്ഛനുള്ളതുകൊണ്ട് എന്തായാലും വാഷ് ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു. കാരണം എന്ന് വെച്ചാൽ മോനെ നോക്കാൻ അച്ഛനുണ്ടല്ലോ. പിന്നെ ടെറസ് എന്ന് പറഞ്ഞാൽ ഫുൾ വേസ്റ്റ് ഇടാൻ വേണ്ടിയിട്ട് മാത്രമുള്ള ഡ്രസ്സാണ്. പിന്നെ ഇവിടെ ഇങ്ങനെ തുണിയൊക്കെ ആറിയിടും കേട്ടോ. അപ്പോൾ ടെറസൊന്നും ആരും മൈൻഡാക്കണ്ട. മുകളിൽ വാഷ് ചെയ്യാനും ജസ്റ്റ് അച്ഛൻ്റെ പണി സാധനങ്ങളും കാര്യങ്ങളൊക്കെ വേസ്റ്റും കാര്യങ്ങളൊക്കെ ഇടാനാണ് കേട്ടോ ടെറസ്. കാണിച്ചു തരാം. നൈസ് വാഷിംഗ് മെഷീൻ ഇവിടെയുണ്ട്. ഇത് വാങ്ങിയിട്ട് തന്നെ 4 കൊല്ലമായി കേട്ടോ.
നമുക്ക് വീട്ടിൽ കൂടലിന് മൂത്ത തന്നതാണ് ഇപ്പോഴും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. എങ്ങനെയെങ്കിൽ ഇത് കംപ്ലൈൻ്റ് ആയിട്ട് മറ്റേ ഓട്ടോമാറ്റിക്കലി വാങ്ങണമെന്ന് എൻ്റെ ഒരു ആഗ്രഹം. ഗൈസ് അങ്ങനെ നമ്മൾ അലക്ക് സ്റ്റാർട്ട് ചെയ്തു. അലക്കലെന്ന് പറഞ്ഞാൽ ഞാനില്ലേ ഈ കല്ലുമ്മൽ ഉരക്കുന്ന പോലെ തന്നെ ഈ മേശമ്മൽ ഈ തുണി ജസ്റ്റ് ഇങ്ങനെ അതായത് ഉരച്ചിട്ട് മാത്രമേ മെഷീനിൽ ഇടാറുള്ളൂ. അതായത് നമ്മൾ മെഷീനിലിട്ട് അത്ര വലിയ വൃത്തിയൊന്നും ആവില്ല, ഗതികേട് കൊണ്ട് പിന്നെ മെഷീനിൽ അലക്കുന്നതാണ്. പിന്നെ മോന് പുറത്തൊന്നും പോകാൻ കഴിയില്ല, ഈ വൈകുന്നേരം അലക്കൂലല്ലോ, അങ്ങനെ എന്താ പറയുക ടച്ചലക്കൂല എന്ന് പറയും. അതുകൊണ്ട് മെഷീനിൽ ജസ്റ്റ് ഉരച്ചിട്ടിടും. പിന്നെ അത് മെഷീന് ജസ്റ്റ് കറക്കുകയുള്ളൂ. ജസ്റ്റ് ഞാൻ തന്നെ ഇവിടെ മെഷീൻ ജസ്റ്റ് കറക്കുള്ളൂ. പിന്നെ ആ കറങ്ങിയ സാധനം ഞാൻ തിരുമ്പിയിട്ട് ഡ്രയറിൽ ഉണക്കിയിട്ട് അറിയിടും. ഡ്രയർ ചെയ്തുതരും, അതായത് ഉണക്കി തരുന്നത് മെഷീനിൽ, അതായത് ജസ്റ്റ് ഇങ്ങനെ കറക്കി അലക്കുന്നതും മെഷീന്, ബാക്കി തിരുമ്പുന്നതും ഉരക്കുന്നതെല്ലാം ഞാൻ തന്നെ. അപ്പോൾ ഹാഫ് പണി ഞാനാ ചെയ്യുന്നത് കേട്ടോ. പിന്നെന്ന് പറഞ്ഞാൽ പെട്രോൾ ഒഴിക്കാണ്ട് അല്ലെങ്കിൽ ചാർജ് കുത്താണ്ടൊന്നും ഒരു സംഭവം വർക്ക് ചെയ്യില്ല. അതുപോലെ തന്നെയാണ് ഞാനും. അതായത് ഫുള്ള് എന്തെങ്കിലും പണിയെടുക്കണമെങ്കിൽ ഞാൻ അവിടെ വെള്ളവും പിന്നെ എന്താ പറയുക ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ആടെ ഈ അലക്കുന്നിടത്ത് കൊണ്ടുവെക്കും കേട്ടോ. അങ്ങനെ ആ അലക്കിയ സാധനം നമ്മൾ കഴുകി ഇങ്ങനത്തെ കുറച്ച് ചില്ലറ പണികളും കാര്യങ്ങളൊക്കെ ഈ ആൾക്കാർ വന്നാൽ, അതായത് അച്ഛന് അമ്മ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഈ വൈകുന്നേരം ആട്ടോ എനിക്ക് നല്ല പണിയുണ്ടാവുക. കാരണം എനിക്ക് രാവിലെയും ഉച്ചക്കൊന്നും പണിയെടുക്കാൻ കഴിയില്ല, സ്വാഭാവികം, മോനെ നോക്കണ്ടേ. അപ്പം മോൻ അവരെ കയ്യിലുണ്ട്. ഞാൻ എത്രയോ സമാധാനത്തിൽ കഴുകി തുണിയൊക്കെ ഉണക്കി. ഇങ്ങനെയൊക്കെയാണ് ഗൈസ് എൻ്റെ ഒരു ഡേയ്സ് എന്ന് പറയുന്നത്. എല്ലാവരും വിചാരിക്കും ഒന്നും ചെയ്യുന്നില്ല, ഇവിടെ ഫ്രീ ആണ്, കുട്ടീനെ മാത്രമേ നോക്കുള്ളൂ. അതൊന്നുമല്ല, എനിക്ക് എൻ്റെതായ പണികളുണ്ട്. നമ്മൾ അലക്കി കഴിഞ്ഞ് ഗൈസ് കണ്ടാ ഫുൾ ടയേർഡായി. കാരണം ഞാൻ 3 മണിക്കാണ് തുടങ്ങി. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. അമ്മ വന്നിട്ടുണ്ടാവും, അച്ഛനുണ്ടെങ്കിൽ ഞാൻ അലക്കാൻ കഴിയും. ഇതാണ് കേട്ടോ, ഇതൊക്കെ ഞാൻ അലക്കിയ തുണിയാണ് ഗൈസ്. ഞാൻ അധികം റൗണ്ട് ചെയ്ത് നോക്കിപ്പിക്കുന്നില്ല, കാരണം അവിടെ ഒന്നും വൃത്തിയില്ല, നമ്മുടെ ടെറസല്ലേ. ഇനി താഴെ പോയി നോക്കാം. അമ്മയും മോനും അച്ഛനെല്ലാം എന്നാ ചെയ്യുന്നത് നോക്കണ്ടേ. അമ്മേ അമ്മേ ഗൈസ്, എങ്ങനെയുണ്ട് എൻ്റെ ഡേ ഇൻ മൈ ലൈഫ്? അമ്മ വന്ന് അത്രയേ ഉള്ളൂ. ഇപ്പം അമ്മ വന്ന് അച്ഛൻ ചായ വെക്കുന്നുണ്ട്. അമ്മക്ക് ചായ വെച്ചപ്പോൾ ഞാൻ അടക്കിയിട്ട് വന്നിട്ട് ടയർഡായിട്ട് ചായ ഒന്നും വെക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞ് സാവിന് ഇപ്പം ഞാൻ അച്ഛനമ്മയും നോക്കും, കുളിപ്പിക്കും. പിന്നെ ഫുഡ്, രാത്രിത്തെ ഫുഡ് അതൊക്കെ കഴിച്ച് ജസ്റ്റ് ഫോണൊക്കെ നോക്കി സ്ലീപ്പ്. ഇപ്പം എൻ്റെ ഡേ ഇൻ മൈ ലൈഫ് എങ്ങനെ ബോറല്ലേ? എന്നാലും കണ്ടു തന്ന എല്ലാവർക്കും താങ്ക്സ് കേട്ടോ. അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.